ഇത്രയും ത്രില്ലടിച്ച് കണ്ട ഒരു മത്സരം, എന്തൊരു ഇന്നിങ്സ് ആയിരുന്നു അത്. മൈതാനത്ത് പോരാടി ചെളിപറ്റിയ ജേഴ്സിയിൽ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച അതിഗംഭീര സെഞ്ചുറി. 2011 ഏകദിന പുരുഷ ലോകകപ്പിലെ ഗംഭീറിനെ ഓർമ്മിപ്പിക്കും വിധമുള്ള പ്രകടനം. 134 പന്തിൽ പുറത്താകാതെ 127 റൺസ്, അതും ലോകകപ്പ് നോക്കൌട്ട് ഘട്ടത്തിൽ എക്കാലവും ഭീകരരായ മൈറ്റി ഓസീസിനെതിരെ. തീർത്തും അവിശ്വസനീയമായൊരു വിജയം. നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല ജമീമ. മൈതാനത്ത് പൊഴിഞ്ഞ നിങ്ങളുടെ ആ കണ്ണീരിന് രാജ്യം കടപ്പെട്ടിരിക്കുന്നു. കളി കഴിഞ്ഞ രാത്രി മുതൽ കോടിക്കണക്കിന് സോഷ്യൽ മീഡിയ സ്റ്റോറികളെല്ലാം നിങ്ങളാൽ നിറഞ്ഞത് അതുകൊണ്ടാണ്. ഇന്നോളം പുരുഷ ക്രിക്കറ്റിന്റെ വീരകഥകളും അവരുടെ വിജയവും മാത്രം കേട്ടുപരിചയിച്ച രാജ്യത്ത് ഇതാദ്യമായി വനിതകളുടെ ക്രിക്കറ്റ് വിജയം അതിരില്ലാതെ ആഘോഷിക്കപ്പെട്ടു. സച്ചിനും ധോണിയും കോഹ്ലിയും രോഹിത്തുമെല്ലാം ആഘോഷിക്കപ്പെട്ടതിന് സമാനമായി ജമീമ റോഡ്രിഗസ് എന്ന താരത്തെയും ആരാധകർ ഏറ്റെടുത്തു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിനും കായിക മേഖലയ്ക്കും ക്രിക്കറ്റ് പ്രേമികൾക്കും അത്രമേൽ പ്രിയപ്പെട്ടൊരു വിജയമാണിത്. ഒരു വേള കളിയിൽ പ്രതീക്ഷ കൈവിട്ടതായിരുന്നു ആരാധകർ. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ ഇന്ത്യൻ ബൗളർമാരെ അടിച്ചു തകർത്ത് 338 എന്ന കൂറ്റൻ സ്കോർ പടുത്തുയർത്തിയപ്പോൾ 2003 ഇന്ത്യ ഓസ്ട്രേലിയ പുരുഷ ലോകകപ്പ് ഫൈനലിന് സമാനമായൊരു ഫലമാണ് പ്രതീക്ഷിച്ചത്. നാളിന്നുവരെ 265 റൺസിന് മുകളിൽ ഇന്ത്യൻ വനിതകൾ ചേസ് ചെയ്ത് ജയിച്ച ചരിത്രമില്ലെന്നതും ഓർക്കണം. എന്നാൽ നവി മുംബൈയിലെ തന്റെ സ്വന്തം നാട്ടിൽ കളി കാണാനെത്തിയ നാട്ടുകാർക്ക് മുന്നിൽ തലതാഴ്ത്തി മടങ്ങാൻ അവൾ ഒരുക്കമായിരുന്നില്ല. മോശം പ്രകടനത്താൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ ഒരു മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടതിനുള്ള മറുപടി കൂടി ആ ബാറ്റിൽ നിന്ന് ശബ്ദിച്ചു. ടീമിന് ഐതിഹാസിക വിജയം സമ്മാനിച്ച ജമീമ റോഡ്രിഗസ് എന്ന പേര് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൽ ഇനി എക്കാലവും ഓർമ്മിക്കപ്പെടും. 99 റൺസിൽ നിൽക്കെ സിംഗിൾ എടുത്ത് സെഞ്ചുറി നേടിയപ്പോഴും ജമീമ ആ നേട്ടം ആഘോഷിച്ചില്ല. ഗാലറിയിലും ഡഗ്ഔട്ടിലും നിർത്താതെ ഉയർന്ന കയ്യടികൾക്കിടയിലൂടെ ഒരു വികാര പ്രകടനത്തിനും മുതിരാതെ അവർ കളി തുടർന്നു. കാരണം സെഞ്ചുറി ആയിരുന്നില്ല, എന്തു വില കൊടുത്തും ടീമിനെ ഫൈനലിലെത്തിക്കുക എന്നത് മാത്രമായിരുന്നു ആ 25-കാരിയുടെ ലക്ഷ്യം. ഒടുവിൽ ആ ലക്ഷ്യത്തിലെത്തിയ നിമിഷം അവൾ വികാരപരിധിയായി. സന്തോഷത്താൽ കരച്ചിലടക്കാനാകാതെ അവർ കാണികളോടും കുടുംബത്തോടും കൈകൂപ്പി നന്ദി അറിയിച്ചു. മൈതാനത്ത് കണ്ണീരണിഞ്ഞ ജമീമയുടെ ആ ദൃശ്യങ്ങൾ ആരാധകരെയും കണ്ണീരണിയിച്ചു. ചരിത്രം കുറിച്ച ആ നിമിഷത്തിൽ ജമീമ ഇങ്ങനെ പറഞ്ഞു വെച്ചു: ഇതൊരു സ്വപ്നം പോലെ തോന്നുന്നു. ഇപ്പോഴും എനിക്കിത് വിശ്വസിക്കാനായിട്ടില്ല. എൻ്റെ അർദ്ധ സെഞ്ചുറിയോ ആയിരുന്നില്ല, ഇന്ത്യയെ ജയിപ്പിക്കുക എന്നതായിരുന്നു പ്രധാനം. വ്യക്തിഗത നേട്ടങ്ങൾക്കപ്പുറം ചിലതുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിയ ജമീമയുടെ ഈ വാക്കുകൾക്ക് ആരാധകരും കൈയടിച്ചു. നേരത്തെ ഗ്രൂപ്പ് ഘട്ടത്തിൽ 3 തുടർത്തോൽവി ഏറ്റുവാങ്ങിയ ഇന്ത്യയെ പലരും എഴുതി തള്ളിയിരുന്നതാണ്. സെമിയിൽ കടന്നുകൂടിയെങ്കിലും ഓസീസിന് മുന്നിൽ നാണം കെട്ട് മടങ്ങാനാണ് ഇന്ത്യയുടെ യോഗമെന്ന് പലരും വിധിയെഴുതി. ആ വിധിയെഴുത്തുകളെല്ലാം 3-ാം നമ്പറിൽ ക്രീസിലെത്തി ക്യാപ്റ്റനൊപ്പം ടീമിനെ ചുമലിലേറ്റി ജമീമ തിരുത്തിയെഴുതി. അടിച്ചെടുത്ത 127 റൺസിൽ ഒരൊറ്റ 6 പോലും ഇല്ല എന്നത് തന്നെ എത്രമാത്രം കരുതലോടെയാണ് ജമീമ കളിച്ചത് എന്നതിനുള്ള തെളിവാണ്. ഈ നിശ്ചയദാർഢ്യത്തിനൊപ്പം പതിവില്ലാതെ ക്യാച്ചുകൾ കൈവിട്ട ഓസീസ് താരങ്ങളുടെ നിർഭാഗ്യവും ഫൈനലിലേക്കുള്ള യാത്രയിൽ ജമീമയ്ക്കും ഇന്ത്യയ്ക്കും തുണയായി. ഇന്നിംഗ്സിന്റെ 2-ാം ഓവറിൽ ക്രീസിലെത്തി വിജയം കുറിക്കും വരെ കരളുറപ്പോടെ പോരാടിയ ജമീമയുടെ കരിയറിലെ 3-ാം സെഞ്ചുറിയായിരുന്നു ഇത്, ലോകകപ്പിലെ ആദ്യത്തേത്. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ 7 തവണ ചാമ്പ്യന്മാരായ ഓസീസിനെ തുരത്തിയ ഇന്ത്യയുടെ ലക്ഷ്യമിനി കന്നി ലോക കിരീടമാണ്. ഇതിനു മുമ്പ് 2005-ലും 2017-ലും ഫൈനലിലെത്തിയെങ്കിലും പാതി വഴിയിൽ വീഴാനായിരുന്നു ഇന്ത്യയുടെ വിധി. ആ ദുർവിധി ഇക്കുറി തിരുത്തിക്കുറിക്കാൻ സെമിയിലെ ത്രില്ലർ വിജയം നൽകിയ ആവേശം തന്നെ ധാരാളം. നവി മുംബൈയിലെ ഇതേ സ്റ്റേഡിയത്തിൽ നവംബർ 2-ലെ കലാശപ്പോരിൽ ദക്ഷിണാഫ്രിക്കൻ കരുത്തിനെയും മറികടന്ന് ലോക കിരീടം നേടാൻ ഇന്ത്യക്കാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. 1983-ൽ കപിലും സംഘവും ആദ്യമായി ലോകകപ്പ് നേടിയതോടെയാണ് ഇന്ത്യയിൽ പുരുഷ ക്രിക്കറ്റിന് വലിയ പ്രചാരം കിട്ടി തുടങ്ങിയത്. അതിന് സമാനമായൊരു കുതിപ്പിലേക്ക് മുന്നേറാൻ ഇന്ത്യൻ വനിതകൾക്കുമാകട്ടെ.